ലിപ്സ്റ്റിക്ക് കൊണ്ട് എങ്ങനെ കണ്ണിൻ്റെ കറുപ്പ് മറയ്ക്കുന്നതെന്നറിയാമോ? ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഓറഞ്ചും റെഡും കൂടെ ചേർന്ന ഒരു കളറാണ്. അപ്പം നമ്മളെപ്പോഴും ഓറഞ്ച് ഷെയ്ഡ് ഇടുമ്പോൾ കണ്ണിൻ്റെ കറുപ്പ് മറിയുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പം ഇതെടുത്ത് ശകലം നമ്മൾ കയ്യിൽ എടുത്തിട്ട് കണ്ണിൻ്റെ അടിയിലോട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഓറഞ്ച് കളറ്. ഇനി നമ്മുടെ കാളും കുറച്ചുകൂടെ ഷെയ്ഡ് കൂടിയ നമ്മുടെ ഈ സ്കിൻ ടോണിനേക്കാളും കുറച്ചുകൂടെ നല്ല ഡാർക്കായിട്ടുള്ളൊരു കളർ എടുത്ത് മേലിലിട്ടാൽ ഇതങ്ങ് ന്യൂട്രലാവും. ഇത് നല്ല ഡാർക്ക് കളറാണ്. അപ്പോൾ ഇത് ഞാനെടുത്ത് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തതിൻ്റെ മേലിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, കണ്ടോ? കുറച്ച് ഒരു ഡാർക്ക് കാണും, പക്ഷേ അത് നമ്മൾ ഡാബ് ചെയ്ത് അല്ലെങ്കിൽ കൺസീലർ ബ്രഷ് എടുത്ത് നമ്മൾ നല്ലവണ്ണം പതുക്കെ, ഫ്ലഫി ആയിട്ടുള്ള ബ്രഷ് ആണെങ്കിലും പതുക്കെ ഒന്ന് സർക്കുലർ മോഷനിൽ ഡാബ് ചെയ്താൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൺസീലർ ബ്രഷ് വെച്ച് പതുക്കെ ചെയ്യുക. കണ്ടോ? ഈ കണ്ണിൻ്റെ ചുറ്റും ഈ കണ്ണിൻ്റെ ചുറ്റും കൂടെ ഉള്ള ഡിഫറൻസ് കണ്ടോ? അപ്പോൾ ലിപ്സ്റ്റിക്ക്, ഓറഞ്ച് ലിപ്സ്റ്റിക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്കത് ചെയ്യാം. ഇനി ലിപ്സ്റ്റിക്ക് ഒന്നും ഇല്ല, നമുക്കിത് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ ഈ ഡാർക്കായിട്ടുള്ള ഈ ഇത് മാത്രം വെച്ചൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് അത് ഈ വശത്ത് ഞാനൊന്ന് അപ്ലൈ ചെയ്യാം. അത് വെച്ചായാലും ചിലപ്പം അങ്ങ് മറിയും. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല ഡാർക്ക് ഷെയ്ഡ് അതെൻ്റെ കയ്യിലില്ല, ഇതാണ് ഏറ്റവും കൂടുതൽ ഡാർക്ക് ഷെയ്ഡ്. അത് വെച്ച് പതുക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. കുറച്ചൊരു ആഷി ടച്ച് വരും, പക്ഷേ എന്നാലും ഒരുപാട് വൃത്തികേട് ഇല്ല. ഇത്രയും നല്ലതായിട്ട് വന്നിട്ടില്ല. കൂടിപ്പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതേപോലെ പൗഡറൊക്കെ അപ്ലൈ ചെയ്യുന്നൊരു സാധനമുണ്ട്, അതെടുത്തിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും. കണ്ടോ? കണ്ണിൻ്റെ ചുറ്റിനുള്ള കറുപ്പ് കുറഞ്ഞ കണ്ടോ? അപ്പോൾ നിങ്ങളെപ്പോഴും കൺസീലർ ഇടുമ്പോൾ നിങ്ങൾ വാങ്ങാനുള്ളത് നിങ്ങളുടെ കണ്ണിന് എത്ര കറുപ്പുണ്ടോ അതിൻ്റെ 2 ഷെയ്ഡ് ഡാർക്കർ എടുത്ത് ഇട്ട് നോക്കണം. ഇല്ല ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യണമെങ്കിൽ ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്തിട്ട് ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ട് പിന്നെ ലൈറ്റർ ഷെയ്ഡ് ചെയ്യണം. ഇപ്പം ഇനി ഇതിൽ ഈ കണ്ണിൽ നമ്മൾ കണ്ണൊക്കെ എഴുതുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കും. മറ്റത് കണ്ണ് ഇരുണ്ടിരുന്നിട്ട് നമ്മൾ കാജലൊക്കെ എഴുതുമ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും. ഇതാണ് കൺസീലർ ബ്രഷ്. നമ്മൾ കൈ കൊണ്ട് പതുക്കെ വന്നിട്ടിട്ട് ഇത് വെച്ച് ഡാബ് ചെയ്ത് നന്നായിട്ടാക്കാനും പറ്റും.